ബബിൾ പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു പ്ലേസിൽ വന്നൊക്കെയാണ്. അത് കിഡ്സിനൊക്കെ ഞാൻ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ബബിൾ പ്ലാനറ്റിൽ കയറാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്ലേസ് ടിക്കറ്റ് എടുത്തത്. ഇത് വന്നിട്ട് കുറേ നാളായി, ഒരു 6 months കൂടുതലായി. അപ്പം നമുക്കൊരു പെർഫെക്റ്റ് ഡേ കിട്ടിയില്ല. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേക്ക് വരാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ ഓൺലൈന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 1.5 hour എടുക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളും എന്നൊക്കെ നോക്കാം. Aidu, you excited? Yeah. Where we are going? അവിടെ കയറാൻ പോവാണ്. ഞാൻ ടിക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ ബുക്ക് ചെയ്തായിരുന്നു. 10:30 ടൈം പറഞ്ഞത്. അപ്പോൾ നമ്മൾ 10:30 എത്തിയിട്ടുണ്ട്. സോ നമ്മൾ റൂമിൽ കയറുവാണ്. ഇതാണ് ഫസ്റ്റ് റൂം. ഇതൊരു ഓരോ റൂമിലും ഓരോ തീമാണ്. ഇത് അതിലുള്ള ആ ഒരു സ്റ്റാഫ് പതുക്കോട്. സോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പ്ലേസ്. നല്ല വൈബുണ്ട്. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർ എൻജോയ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ഓരോ റൂമുണ്ട്. ഇത് ഫസ്റ്റ് റൂമിൽ ഇങ്ങനെയാണ്, ഞാൻ കാണിച്ചില്ലേ ഇപ്പോൾ. ഇതുപോലെ ഇങ്ങനെ ഓരോരോ നമ്മളിത് ഫിഷ് അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതിങ്ങനെ ചാടുമ്പോൾ അതിന് സ്പീഡ് കൂടും. ഇതിങ്ങനെ ചാടുമ്പോൾ അതിന് സ്പീഡ് കൂടും. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതൊരു റൂം പോലെ അവർ സെറ്റപ്പ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട്. ഇതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളിനി നെക്സ്റ്റ് തീം റൂമിലോട്ട് പോവാണ്. അടുത്ത തീം എനിക്ക് തോന്നുന്ന ബബിൾസ് ആണെന്തോ. വാ, ഇത് കൊള്ളാം. ബബിൾസ് ആണ് കേട്ടോ. ഇതാണ് കേട്ടോ, ബലൂൺസ് ആണ്. ബലൂൺസ്, ബബിൾ ബലൂൺസ്. വാവ്, ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു.
ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ കളിക്കാൻ. ഓരോ റൂമും ഇങ്ങനെ എക്യുപ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഏരിയ. ഫുഡ് ആൻഡ് ബെവറേജ്, നമുക്ക് ഫുഡൊക്കെ മേടിക്കാൻ. ഇത് ഇവിടെ നിന്ന് ബബിൾസിന്റെ ഇടയിൽ ഒരു ചേട്ടൻ്റെ പിള്ളേരെല്ലാരും ഇങ്ങനെ കാലാണ് കേട്ടോ ഇത്. ഇതാണ് ആ ചേട്ടൻ്റെ കാലവിടം വരെ ഉണ്ട്. ഇത് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഒരു ഫൺ ഡേ എക്സ്പീരിയൻസിന് നല്ല രസം. ഇഷ്ടപ്പെട്ടു. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യണുണ്ട്. ഫോട്ടോയൊക്കെ എടുക്കുകയാണ് പപ്പയും മോളും കൂടെ. എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫൺ എൻജോയബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കിതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വന്ന് ഇങ്ങനെ ചെയ്യാൻ. വരുവാണ് നൈദൂസി. നെക്സ്റ്റ് റൂമാണ് കേട്ടോ. നെക്സ്റ്റ് തീം റൂമാണിത്. തീം റൂം ഫുൾ ഓഫ് ലൈറ്റ്സ് ആണ്. അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ലൈറ്റ്സ് ഫ്രജൈലാണ്, സോ നമ്മൾ ബി കോഷ്യസ് ആയിരിക്കണം. പക്ഷേ ഇത് നല്ലൊരു ഇങ്ങനെ ലൈറ്റ്സ് ഫ്ലാഷിങ് ആയിട്ടുള്ള പല വെറൈറ്റി ഓഫ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമുക്ക് ഫോട്ടോസൊക്കെ കുറേ നല്ല ഫോട്ടോസ്.
വിർച്വൽ റിയാലിറ്റി ആണ് കേട്ടോ. ഞങ്ങൾ കയറുന്നില്ല. ഇത് വലിയ ഇതൊന്നുമില്ല കയറുന്നത്. ഇത് തീർന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ. 8 റൂംസ് ഉണ്ടായിരുന്നു. ഇനി ഇവിടെ പേപ്പർ എടുത്തിട്ട് അവർക്ക് കളർ ചെയ്യണം. ഓക്കെ, ഗോ and sit there and color. Okay. സോ അങ്ങനെ ഞങ്ങൾ ബബിൾ പ്ലാനറ്റിൽ നിന്നൊക്കെ ഇറങ്ങി അവിടുന്ന് നേരെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം നല്ല വിശപ്പായിരുന്നു. അപ്പം ഫുഡ് എങ്ങനെയെങ്കിലും ആക്രാന്തത്തോടെ കഴിക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ വേറെ പ്ലാനൊന്നുമില്ല. നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. No, we are not going home. നൈതുവിന് വീട്ടിൽ പോകണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ടല്ല പോകുന്നത്. ഇപ്പം വേറെ കാര്യം. അപ്പോൾ ചെന്നിട്ട് ഇനി വലിയ പ്ലാൻസ് ഒന്നുമില്ല. ഒരു സിമ്പിളായിട്ടുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ നല്ല ബർത്ത്ഡേ ആയിരുന്നു. കാരണം ഞാൻ മാത്രം എൻജോയ് ചെയ്യണം എന്നുള്ള ഒരു ഇൻറ്റൻഷനിലല്ല ഇന്നത്തെ ബർത്ത്ഡേ. കാരണം നൈതുവും കൂടെ ഉള്ളതുകൊണ്ട് അവളെയും എൻജോയ് ചെയ്യിപ്പിച്ച് നല്ലൊരു ഡേ ആക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പം ഞങ്ങൾ പോയ ആ ഒരു പ്ലേസ് നൈതുവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൂടെ ഞാനും എൻജോയ് ചെയ്തു. ഏട്ടനും എൻജോയ് ചെയ്തല്ലേ? എന്ത് ചോദിച്ചാലും കുഴപ്പമില്ലാന്നേ പറയുള്ളൂ. ഈ ആണുങ്ങളെല്ലാവരും ഇങ്ങനെയാണോ? അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യങ്ങളും കാര്യങ്ങളും ഒന്നും. പക്ഷെ ഞാനും നൈതും എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ കുറച്ചൊരു വേറെ ഞങ്ങൾക്കൊരു തിങ്ങ് മേടിക്കാനുണ്ട്. പിന്നെ ഒന്ന് ഗ്രോസറി ഷോപ്പിലൊന്ന് കയറണം. അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു ഇന്നത്തെ. എനിക്കിഷ്ടപ്പെട്ടു. Softly spoken, with no strings tying you to me. I'm happy in your company with no emotion, 'cause my love deserves to be free. I never wanna look at a house in the garden, I never wanna lock you down. I know you're not mine, it's just my turn, but we can still have fun for now. Told me you don't really do commitment, trust me, consider your message received. When you said you couldn't take us too seriously, I ഓക്കെ ഫൈൻ. റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. Happy birthday to you. Happy birthday to you. Happy birthday dear Shruti. Happy birthday to you. Thank you. Small piece. Okay. ആന്റിക്ക് തോക്കടാ, ആന്റിക്ക് തോക്ക്. കയ്യിലെടുത്തു. Oh, plate. Give. Let me open it. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഇരിക്കുക. ഇന്ന് ജനിച്ച ദിവസമായിട്ട് നമ്മൾ പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെ
വാങ്ങട്ടെ. ഇത് മാത്രം ഹാപ്പി ബർത്ത്ഡേ. ആക്ച്വലി നല്ല ഒരു അടിപൊളി ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ആക്ച്വലി ഇവരൊക്കെ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ വന്നത്. ഞങ്ങൾ ആരെയും ഇൻവൈറ്റ് ചെയ്തില്ല. ഞങ്ങൾ എല്ലായിടും പോയിട്ടൊക്കെ വൈകിട്ട് വന്ന് കേക്ക് കട്ട് ചെയ്യാമെന്നാണ് ഏട്ടൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഏട്ടൻ കേക്കൊക്കെ നേരത്തെ മേടിച്ചൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കേക്ക് ചെയ്യാൻ എല്ലാ സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവർ പെട്ടെന്ന് വന്നത്. ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. പിന്നെ ഗിഫ്റ്റ്സ് ഒക്കെ തന്നു. പിന്നെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി അതൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ വന്നത്. അപ്പോൾ അവരും ആൻഡ് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ബർത്ത്ഡേ. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഡേ ആയിരുന്നു. ആൻഡ് താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഗിവിങ് മീ സച്ച് എ ലവ്ലി ഡേ.